എന്നതാണ്. കോഴിമുട്ട ഉടക്കുമ്പോ ഏത് ഭാഗമാണ് ഉടക്കേണ്ടത് അങ്ങനെ തർക്കമുണ്ടോ? എന്നാൽ അത്രയും നിസ്സാരമായ തർക്കമാണ്. അപ്പൊ സെക്രട്ടറിക്ക് പറ്റിയ പ്രസിഡന്റാ, മനസ്സിലായില്ലേ? ജനറൽ സെക്രട്ടറി സാക്ഷാൽ ഹുസൈൻ മടവൂരിന് പറ്റിയ പ്രസിഡന്റിനാ കിട്ടി. തേങ്ങ ഉടക്കൽ മാത്രല്ല, ഇനി കേട്ടോളി, സലാഹുദ്ദീൻ മദനി കൊച്ചിയിൽ ചാവറ കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ മതസൗഹാർദ്ദ സമ്മേളനത്തിൽ എം സലാഹുദ്ദീൻ മദനി, സ്വാമി പുരുന്തരാനന്ദ, ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ എന്നിവർ മതസൗഹാർദ്ദ ദീപം തെളിയിച്ചപ്പോൾ വർത്തമാനം 2005 സെപ്റ്റംബർ 22 വ്യാഴം ദീപാരാധനയുടെ ഫോട്ടോ അത് വളരെ പ്രാധാന്യപൂർവ്വം കൊടുത്തിരിക്കുകയാണ്. എന്തിന്? ശ്രീനാരായണ ഗുരുവിന്റെ സമാധിയിലെ മതസൗഹാർദ്ദ സമയത്ത് നമ്മളൊക്കെ പങ്കെടുക്കാണ്. ഞാനും പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ക്രിസ്ത്യൻ പള്ളിപ്പെരുന്നാളോടനുബന്ധിച്ച മതസൗഹാർദ്ദ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ കുർബാന നടക്കുന്നുണ്ടായിരുന്നു. ഞാനായി പോയി മുട്ടൂത്തി നിന്നോ? മെഴുകുതിരി തെളിയിക്കുന്നുണ്ട്. സാറൊന്ന് തെളിയിക്കോ എന്നോട് ചോദിച്ചില്ല. ഞാൻ എന്റെ സമയമായപ്പോ സ്റ്റേജിൽ കയറി ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചു. ഞാൻ തിരിച്ചു പോന്നു. അതുണ്ടായത്. അവർ വണ്ടിയെടുത്ത് കൊണ്ടുപോയി, വണ്ടിയെടുത്ത് തിരിച്ചു കൊണ്ടെന്നാക്കി. നമ്മളൊക്കെ പോയിട്ടുണ്ട്. ഇത് അയാൾക്ക് പറഞ്ഞൂടെ? ഈ ദീപം തെളിയിക്കുന്ന ഏർപ്പാട് ശരിയല്ല. ഇവിടെ വിളക്ക് കൊളുത്തിയിട്ട് യോഗം ഉദ്ഘാടനം ചെയ്തതിന്റെ പേര് മുസ്ലിം ലീഗിലെ മന്ത്രിമാര് ഈ ഖുറാഫികൾ പുറത്താക്കി അല്ലേ? ഓനൊക്കെ തൗബ ഇത് വരച്ച, അല്ലെങ്കിൽ ഓനെ സ്വീകരിക്കൂല. എവിടെ? ജാറത്തിൽ നിലവിളക്ക് വെക്കണ ഖുറാഫി, അത് ദീപാരാധന എന്ന് പറഞ്ഞ ഇയാളെ മന്ത്രിന് പല മന്ത്രിമാരും വിട്ടുനിന്നിട്ടില്ലേ? ആ ഒരു മാന്യതയും ആ ഒരു സംസ്കാരെങ്കിലും മദീനത്തുൽ ഉലൂമിൽ പഠിച്ച ഇയാൾക്കുണ്ടായോ? അത് പങ്കെടുക്കൂല. നിങ്ങൾ മതസൗഹാർദ്ദ സമ്മേളനത്തിൽ ഞാൻ വരാം, അതെന്റെ മതത്തിനെതിരാണ്, നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത്. അവർ നിർബന്ധിക്കോ? ഇതോ ശ്രീനാരായണ ഗുരുവിന്റെ ആണ്ടിനോടനുബന്ധിച്ച് ശ്രീനാരായണ ഗുരുവിന്റെ ആശയം എന്താ? മതം ഏതായാലും മനുഷ്യൻ നന്നായാ മതി. നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഏത് മതവും സ്വീകരിക്കാന്ന്? ഇസ്ലാമാണ് സ്വീകരിക്കേണ്ടത്, അതാണ് അള്ളാഹുവിന്റെ യഥാർത്ഥ മതം എന്ന് വിശ്വസിക്കുന്നവരാ നമ്മള്. ഇവിടുത്തെ അമുസ്ലിങ്ങൾക്ക് വരെ ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കേണ്ടവരാ നമ്മള്. മനുഷ്യൻ ഏതായാലും മതം ഇസ്ലാമായാൽ മതി, എന്നാലേ പരലോകത്ത് രക്ഷപ്പെടൂന്നാ നമ്മളെ മുദ്രാവാക്യം. അതുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കേണ്ട സ്ഥലത്ത് അവരുടെ ദീപാരാധനയോട് സഹകരിക്കാ ചെയ്തു. എന്തിനധികം മേപ്പയൂർ സെലഫി ഫെസ്റ്റില് നിലവിളക്ക് കത്തിച്ചു വെച്ചിട്ട് അതിന് ചുറ്റും പെൺകുട്ടികൾ ചാടുന്ന ഫോട്ടോ പേരോടിട്ട് നടക്കണേ. നിലവിളക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കാണിക്കണ്ടേ. എന്നിട്ട് ഘോഷയാത്രയിൽ അസ്കർ അലി, സെക്രട്ടറി AV അബ്ദുറഹ്മാൻ ഹാജിന്റെ മകൻ AV അബ്ദുള്ള റൗണ്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. നിലവിളക്കും പ്രത്യേകം കാണിക്കുന്നുണ്ട്. എവിടെ എത്തി ഇവരെന്ന് ആലോചിച്ച് നോക്കിങ്ങള്. ആരാ ശിർക്കിലേക്ക് പോയത്? ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞു, ഇതൊക്കെ ജനങ്ങൾ അറിയാൻ തുടങ്ങി. ശിർക്കിലേക്കും കുഫറിലേക്കൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് ഇവർ അധപ്പതിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. ഇവർക്കിപ്പോ ഞങ്ങൾ ശിർക്കിലേക്ക് പോയി എന്ന് പറയാനുള്ള പ്രേരണ അല്ല, തെളിവ് കിട്ടിയിട്ടൊന്നല്ല, കൗണ്ടർ ചെയ്യണല്ലോ. ആ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഇപ്പൊ കണ്ടുപിടിച്ചതാണ് ജിന്നി ശൈത്താൻ വിഷയം. പക്ഷെ ഇതൊന്നും നമ്മളെ സുല്ലമിക്ക് അറിഞ്ഞൂടാ. സുല്ലമി ഇങ്ങനെ തുള്ളുകയാണ്. ഇയാളിങ്ങനെ ചാടരാമ ചാട് എന്ന് പറഞ്ഞിട്ട് സർക്കസിൽ ചാടിക്കുന്ന പോലെ അയാളിങ്ങനെ ചാടിച്ച് ഇവര് കൊണ്ടുനടക്കാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഉദ്ദേശം എന്താണ്? ഈ ശിർക്കിനും കുഫറിനും ഒക്കെ ഒന്ന് ബദല് പറയാൻ നമ്മളെയൊക്കെ വേണല്ലോ എന്ന നിലക്ക് മാത്രമാണ്. ഇനി ഞാൻ ഇന്നലെ പറഞ്ഞതിന്റെ വിഷയത്തിലേക്ക് ഒന്നുകൂടി തിരിച്ചു വരികയാണ്. ഇന്നലെ ഇവിടെ ജിന്ന്, സിഹിർ, ജ്യോത്സ്യം, ഇസ്ലാമിക വീക്ഷണം എന്നൊരു പുസ്തകത്തെ കുറിച്ച് പറയണ്ടായി. ഡോക്ടർ ഫളിലുള്ള അൻവാരിയുടെ അഭിമുഖം ഞാൻ ഇവിടെ കാണിക്കണ്ടായി. ഇന്ന് ഇവർ നമ്മുടെ പേരിൽ ആരോപിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഫളിലുള്ള അൻവാരി പറഞ്ഞു, എന്റെ പേര് മാത്രമേ വെച്ചിട്ടുള്ളൂ. എന്റെ ഉസ്താദ് MI സുന്നിനാണ് എഴുതിയത്, അദ്ദേഹമാണ് പ്രസിൽ കൊടുത്തത്, അദ്ദേഹമാണ് ചട്ട ഡിസൈൻ ചെയ്തത്, അദ്ദേഹമാണ് പരസ്യ നോട്ടീസ് ഇറക്കിയത്. എന്നിട്ട് സംഘടന പുലർന്ന ശേഷം ഇയാൾ സൗദി അറേബ്യയിൽ പോയിട്ട് അബ്ദുൽ അസീസ് റാജി എന്ന് പറയുന്ന കമ്പനിക്കാരോട് ഫളിലുള്ളയുടെ സമ്മതം പോലും ചോദിക്കാതെ ആയിരക്കണക്കിന് കോപ്പികൾ അടിച്ച് സൗദിയിലെ മുഴുവൻ ജാലിയാത്തിലും വിതരണം ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ വന്നാലോ അന്ധവിശ്വാസം നോക്കണം നിങ്ങൾ. ഇതില് ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ബാസിന്റെ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ പബ്ലിക്കേഷൻസ് തുടങ്ങിയിരിക്കുന്നത് ബിൻ ബാസ് പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇതില് ജിന്ന്, സിഹിർ, ജ്യോത്സ്യം എന്ന ഇതിൽ എല്ലാ വിഷയങ്ങളും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മാരണക്കാരെയും മന്ത്രവാദികളെയും സമീപിക്കൽ, ജിന്ന് സേവയും ചികിത്സയും, സിഹിർ ബാധയുടെ പ്രതിവിധി. സിഹിർ ബാധിച്ച എന്ത് ചെയ്യുന്നതാണ് മടവൂരികൾ കേട്ടോളി. എലന്ത മരത്തിന്റെ 7 ഇലകളെടുത്ത് ഒരു പാത്രത്തിലെ വെള്ളത്തിലിടുക. അത് അനന്തരം അതിൽ ഫലക്ക്, നാസ്, കാഫിറൂൻ, ഫാത്തിഹ എന്നീ സൂറത്തുകളും സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്തും പാരായണം ചെയ്യുക. ആ വെള്ളത്തിൽ നിന്ന് കുടിക്കുകയും കുളിക്കുകയും ചെയ്യുക എന്ന് ഒരു പണ്ഡിതൻ സിഹിറിന് പ്രതിവിധിയായി നിർദ്ദേശിക്കുന്നു. അത് അനുവദനീയമാണോ? ഉത്തരം, സിഹിറുകളിൽ ചിലത് യഥാർത്ഥമാണ് എന്നതിൽ സംശയമില്ല. മറ്റു ചിലതാകട്ടെ ജാലവിദ്യയാണ്. അള്ളാഹുവിന്റെ നിർണയമനുസരിച്ച് ചിലർക്ക് അവ ദോഷകരമായി ബാധിക്കുന്നതാണ്.
ഇക്കാര്യം അൽ ബഖറയിലെ 102-ാം വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചപ്പോൾ അതിനുപയോഗിച്ച വസ്തുക്കൾ സഹാബികൾ കണ്ടെത്തുകയും അവ നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിഹിറിന്റെ നാശത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി. ഇപ്രകാരം സിഹിർ ചെയ്തു വെച്ച കെട്ടുള്ള നൂലുകളോ പരസ്പരം ചേർത്ത് വെച്ച ആണികളോ മറ്റോ കണ്ടെത്തിയാൽ അവ നശിപ്പിക്കേണ്ടതാണ്. കാരണം സിഹിറന്മാർ കെട്ടുകളിൽ ഊതുകയും തങ്ങളുടെ ദുഷ്ടലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആണികൾ അടിക്കുകയും ചെയ്യാറുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരുടെ ചില പ്രവർത്തനങ്ങൾ വിജയിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് സിഹിറിനെ സ്ഥാപിച്ചിട്ട് വെള്ളത്തിൽ ഇലന്ത മരത്തിന്റെ 7 പച്ചിലകൾ അരച്ചു ചേർക്കുന്നതും രോഗശമനത്തിനുള്ള മാർഗമാണ്. ഇതെല്ലാം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിഞ്ഞതാണ്. ധാരാളം പേർക്ക് നാം ഈ രൂപത്തിൽ ചികിത്സ നടത്തുകയും അതുമൂലം അള്ളാഹുർക്ക് പ്രയോജനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത് സിഹിർ ബാധിച്ചവർക്ക് ഉപകാരപ്രദമായ സിദ്ധൌഷധം തന്നെയാണ്. കണ്ടോ, ഭാര്യയുമായി സിഹിർ മൂലം ശാരീരിക ബന്ധം നടത്താൻ കഴിയാത്തവർക്ക് ഈ ഔഷധം ഉപകാരപ്രദമാണ്. ഈ മന്ത്രവും പ്രാർത്ഥനയും അവൻ സ്വയം ചെയ്യുകയോ മറ്റൊരാൾ അവന് ചെയ്തു കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ വെള്ളത്തിലോ പാരായണം ചെയ്ത് കുടിക്കുകയും ബാക്കിയുള്ളത് കൊണ്ട് കുളിക്കുകയും ചെയ്യുക. ഇവയെല്ലാം രോഗം ഭേദമാക്കാനുള്ള കാരണങ്ങളാണ്. ഇതെവിടുന്ന് ഇറക്കിയ പുസ്തക കേന്നമറക്കിയ ബുക്ക തന്നെ. ഇതൊക്കെ ഇവിടെ പ്രചരിപ്പിച്ചത് ആരാ? ഇവരാണ്. ജിന്നുബാധ നിഷേധകർക്കുള്ള മറുപടി ഒരധ്യായാണ്. റിയാദിലെ ഒരു മുസ്ലിം സ്ത്രീയെ ബാധിച്ചിരുന്ന ജിന്ന് എന്റെ അടുക്കൽ വന്ന് ഇസ്ലാം ആശ്ലേഷിച്ച വാർത്ത ഇക്കഴിഞ്ഞ ശഅബാനിൽ ഒട്ടേറെ ദിനപത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. എന്റെ അടുക്കൽ വരുന്നതിന് മുമ്പ് റിയാദിൽ താമസിക്കുന്ന അബ്ദുല്ലാഹിബ്നു മുശ്രിഫ് അൽ അംരിയുടെ സാന്നിധ്യത്തിൽ വെച്ച് ജിന്ന് ഇസ്ലാം സ്വീകരിച്ചിരുന്നു. ജിന്നുബാധയുള്ള സ്ത്രീയുടെ സമീപത്ത് വെച്ച് അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുകയും പിന്നീട് ജിന്നുമായി സംസാരിക്കുകയും ചെയ്തു. കണ്ടോ, ജിന്ന് ചികിത്സയാണ് ഇപ്പൊ വിശദീകരിക്കണേ. താൻ ഇന്ത്യൻ വംശജനും ബുദ്ധമതാനുയായിയുമാണെന്ന് ജിന്ന് അബ്ദുള്ളയെ ധരിപ്പിച്ചു. ഈ അധ്യായം മാത്രം എടുത്തിട്ട് മടവൂരികളെ തിരിച്ചടിക്കുന്ന നവയാഥാസ്ഥികത്വം എന്ന് പറഞ്ഞ് തിരൂർ സലഫി ടോൺ നോട്ടീസ് ഇറക്കിയിരുന്നു. അതിന്റെ ഒരുപാട് കോപ്പികൾ ഞങ്ങളിവിടെ വിതരണം ചെയ്തിരുന്നു. ഇവിടെ പ്രസംഗിക്കാമെന്നോ മുണ്ടിയോ ഇതിനെപ്പറ്റി? നിങ്ങൾ ഈ സുല്ലമിനെ തന്നെ കൊണ്ടുവരണം. MI സുല്ലമിനെ കൊണ്ടുവരും, അബ്ദുസലാം സുല്ലമിനെ കൊണ്ടുവരും. MI സുല്ലമി ഇറക്കിയതാ കേട്ടോ. എന്ന് മാത്രല്ല, ഞാൻ ജിന്നിനോട് സ്ത്രീയുടെ ശരീരത്തിൽ പ്രവേശിക്കാനുള്ള കാരണങ്ങൾ ആരാഞ്ഞു. ജിന്ന് കാരണങ്ങൾ വിശദീകരിച്ചു. ജിന്നുബാധയുള്ള സ്ത്രീയുടെ നാവിലൂടെയാണ് ജിന്ന് സംസാരിച്ചത്. ഇവിടെ ചോദ്യം തന്നോല് പറഞ്ഞല്ലോ, അങ്ങനെ സംസാരിക്കോ? നിങ്ങളെ ഇതേ മുക്കിലാത് ജിന്നുബാധയുള്ള സ്ത്രീയുടെ നാവിലൂടെ സംസാരിക്കുന്നത് ജിന്നാണ്. പക്ഷേ സ്വരം പുരുഷന്റേതായിരുന്നു, സ്ത്രീയുടെ ശബ്ദമായിരുന്നില്ല. അപ്പൊ കയറിയ ജിന്ന് ആണ് ജിന്നാണ്. നാണിന്റെ സ്വരത്തിൽ സംസാരിച്ചു. ജിന്നുമായി ഞാൻ സംസാരിക്കുമ്പോൾ സ്ത്രീയുടെ ഒരു സഹോദരനും ഒരു സഹോദരിയും അവളുടെ കൂടെ ഉണ്ടായിരുന്നു. കൂടാതെ ചില പണ്ഡിതരും നേരത്തെ സൂചിപ്പിച്ച അബ്ദുൽ അംരിയും സദസ്സിലുണ്ടായിരുന്നു. എന്റെ സമീപത്തുണ്ടായിരുന്ന കസേരയിൽ നിന്നാണ് ആ സ്ത്രീ സംസാരിച്ചത്. കൂടെയുള്ളവരെല്ലാം സംസാരം കേൾക്കും.